ഇന്ന് ഞാവൽപ്പഴത്തിൻ്റെയും കണ്ണൻ്റെയും കഥയാണ് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. വൃന്ദാവനത്തിലെ ഇടയ്ക്കിടയ്ക്ക് ഒരു അമ്മ നിറയെ ഒരു കുട്ട നിറയെ ഞാവൽപ്പഴമായിട്ട് വരാറുണ്ട്. അപ്പോൾ വരുന്ന സമയത്തൊക്കെ ഗോപികമാര് അത് വന്ന് വാങ്ങിക്കും. അവർ നെല്ല് കൊണ്ടുവന്ന് കൊടുക്കും അമ്മയ്ക്ക്, പകരം ഞാവൽപ്പഴം വാങ്ങിക്കും. അങ്ങനെയാണ് കേട്ടോ പതിവ്. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ തന്നെ അമ്മ ഒരു കുട്ട നിറയെ നല്ല തുടുത്ത് പഴുത്ത ഞാവൽപ്പഴമായിട്ട് വന്നു. അപ്പോൾ ഗോപികമാരൊക്കെ വന്നിട്ട് വാങ്ങിക്കുന്നുണ്ട്. നമ്മുടെ കണ്ണനും ഒരാഗ്രഹം ഞാവൽപ്പഴം കഴിക്കാനായിട്ട്. ചെറിയൊരു ഉണ്ണിയാണേ, അതിങ്ങനെ കുടുങ്ങിയിട്ട് അമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരിക കേട്ടോ. ആ കുഞ്ഞി പാദങ്ങളും പൂ പോലെയുള്ള കുഞ്ഞി കൈകളൊക്കെ ഇങ്ങനെ നീട്ടിയിട്ട് അമ്മയുടെ അടുത്ത് വന്നിങ്ങനെ നിന്നു. അപ്പം അമ്മ ചോദിച്ചു, എന്താ വേണ്ടേ ചോദിച്ചു. അപ്പം കണ്ണൻ പറഞ്ഞു, ഞാവൽപ്പഴം വേണം കണ്ണനെ എന്ന് പറഞ്ഞു. അയ്യോ അതിങ്ങനെ വന്നാൽ പറ്റില്ല, നെല്ല് കൊണ്ടുവരൂ അപ്പം തരാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ കണ്ണൻ പറഞ്ഞു, ശരി ഞാൻ നെല്ലെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കുടുങ്ങിയിട്ട് ഓടുക കേട്ടോ. ആ ഓട്ടം കാണാൻ തന്നെ നല്ല രസമാണ്. ആ കുഞ്ഞു കാൽത്തളകളും അരയിൽ കിങ്ങിണിയും ആ നെറുകിലുള്ള ആ മയിൽപ്പീലിയും ഒക്കെ ഇങ്ങനെ ഇളകിയിട്ടാണ് ആ കണ്ണൻ ഓടുന്നത് തന്നെ. അങ്ങനെ ഓടിയിട്ട് വീട്ടിൽ നിന്ന് ആ പത്തായപ്പുരയിൽ നിന്ന് 2 പിടി നെല്ലെടുത്തിട്ട് തിരികെ ഇങ്ങനെ കുടുങ്ങി ഓടി വരിക കേട്ടോ. ഓടി വന്നിട്ട് അമ്മയുടെ നേർക്ക് ഇങ്ങനെ നീട്ടി. അമ്മയുടെ മടിയിൽ ഒരു മുറം വെച്ചിട്ടുണ്ടേ, അതിലേക്ക് ഇങ്ങനെ നീട്ടി. അങ്ങനെ കയ്യും തുറന്നപ്പോൾ അതിൽ നിന്നൊന്നും വീഴുന്നു കാണുന്നില്ല. കൈയൊന്ന് കുടഞ്ഞു നോക്കി. കുടഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു 2-3 മണി നെല്ല് വീണു. അപ്പം അമ്മയ്ക്ക് ചിരി വന്നു കേട്ടോ. അമ്മ എന്നിട്ട് ഒന്ന് പുറകിലേക്ക് നോക്കിയപ്പോൾ ആ കണ്ണൻ്റെ കുഞ്ഞി പാദങ്ങൾ പതിഞ്ഞ ആ മണ്ണിൽ നിറയെ നെൽമണികൾ വീണിരിക്കുക. വരുന്ന വഴിയെല്ലാം ഇത് കളഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതേ. എന്നിട്ട് ഇവിടെ എത്തിയപ്പോൾ ആകെ 2-3 എണ്ണേ ഉള്ളൂ. അതവിടെ കുടഞ്ഞു കൊടുത്തു. അമ്മയ്ക്ക് നല്ല സന്തോഷമായിട്ടോ. ആ മുന്നിയെ ഒന്ന് വാരി പുണർന്ന് ഒരു ഉമ്മയൊക്കെ കൊടുത്തു. എന്നിട്ട് സന്തോഷത്തോടെ തന്നെ കണ്ണന് എത്രത്തോളം ഞാവൽപ്പഴം കൊണ്ടുപോകാൻ അതിങ്ങനെ എടുക്കാനായിട്ട് സാധിക്കും അത്രയധികം അമ്മ കൊണ്ടുവന്നതിന് 3/4 ഭാഗവും വലിയൊരു ഇല കൊണ്ടുവന്നിട്ട് അത് കുമ്പിള് കുത്തിയിട്ട് നിറയെ ഞാവൽപ്പഴം എടുത്തിട്ട് കണ്ണന് കൊടുത്തു. കണ്ണനാകട്ടെ അത് ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുക, എടുത്തിട്ട് പൊങ്ങണൂല്ലേ. എന്നിട്ട് നല്ല രസമാട്ടോ കുണുങ്ങിയിട്ട് പോകുന്നത് കാണാൻ. എന്നിട്ട് എന്ത് ചെയ്തു, ആ മുറത്തിലിട്ട ആ 2-3 നെന്മണികൾ അമ്മ കയ്യിലെടുത്ത് അതിങ്ങനെ കണ്ണോട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് സന്തോഷത്തോട് കൂടിയിട്ട്. കാരണം അമ്മയ്ക്കറിയാം കണ്ണൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ 2-3 നെന്മണിക്ക് എത്രത്തോളം മഹത്വം ഉണ്ടെന്ന്. എന്നിട്ട് അത് ആ മുറത്തിലേക്ക് ഇട്ടു. എന്നിട്ട് അമ്മ ആലോചിക്കുക, കാരണം ഈ ഞാവൽപ്പഴങ്ങൾ വിറ്റ് കിട്ടുന്ന ആ തുക കൊണ്ട് അല്ലെങ്കിൽ ആ നെല്ല് കൊണ്ടാണ് അമ്മയുടെ ജീവിതം അമ്മ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷെ ഇന്ന് നെല്ലൊന്നും കിട്ടിയിട്ടില്ല അധികം. അപ്പോൾ കാരണം ഒരുവിധം എല്ലാ ഞാവൽപ്പഴവും കണ്ണന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇനി എന്താ ചെയ്യുക ഞാൻ ഭഗവാനെ എന്നിങ്ങനെ ആലോചിച്ചിട്ട് ആ മുറത്തിലേക്ക് നോക്കിയപ്പോൾ ആ 2-3 നെന്മണിക്ക് പകരം അതിൽ നിറയെ സ്വർണ്ണമണികളായിരുന്നു എന്ന്.